വിക്ടോറിയ ആക്ച്വലി ഈ സിനിമയുടെ പേരിലേക്ക് എത്തുന്നത് ആക്ച്വലി ഒരു ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിക്ടോറിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അയാളുടെ പേരാണ് ഞാൻ ഇതിനകത്തേക്ക് അഡോപ്റ്റ് ചെയ്തത്. വീടാത്തരം കേറി മറ്റേ പോസ്റ്റ് കൊടുത്ത് വിളിക്കാൻ വരെ റെഡിയാണ്. എനിക്ക് ആക്ച്വലി ആൾക്കാരിൽ വിശ്വാസമുണ്ട്. നല്ല സിനിമ തേടി എത്തുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് മലയാളികളെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഓടി വരുന്നു, നമ്മളോട് സംസാരിക്കുന്നു. അങ്ങനെ ബ്രോക്കൺ ഇംഗ്ലീഷിൽ അവരെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ മീനാക്ഷിക്ക് ഭയങ്കര ഒരു സ്റ്റാർഡം, അവിടെ ചെന്നിട്ട് ഓട്ടോഗ്രാഫ്സ് വാങ്ങിക്കുന്നു ആൾക്കാർ. ബോഡി ഗാർഡ്സ് ഒക്കെ വന്ന് മീനാക്ഷിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ അത്ര ആൾക്കാർ ചുറ്റും. ഹലോ എവ്രി വൺ, വിക്ടോറിയ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ടീം നമ്മുടെ കൂടെയുണ്ട്. ഹലോ, വെൽക്കം ടു കൗമുദി മൂവീസ്. ഇപ്പോൾ വിക്ടോറിയ എന്നുള്ള ഒരു നെയിം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് വന്ന ആ ഒരു തോട്ട് എന്തായിരുന്നു? വിക്ടോറിയ ആക്ച്വലി ഈ സിനിമയുടെ പേരിലേക്ക് എത്തുന്നത് ആക്ച്വലി ഒരു ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിക്ടോറിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അയാളുടെ പേരാണ് ഞാൻ ഇതിനകത്തേക്ക് അഡോപ്റ്റ് ചെയ്തത്. അങ്ങനെ വന്നതാണ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് അല്ലേ? കുഞ്ഞു മുതലെയുള്ള ഫ്രണ്ട്സ് ആണോ? ഡാൻസ് പഠിക്കാൻ പോയിട്ട് കമ്പനി ആയതാണോ? അതെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നോ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എന്തായാലും ഒരു വേഷം ഉണ്ടാവുന്ന ഓഫർ ചെയ്തായിരുന്നോ നേരത്തെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് ശിവ ഇതിന് മുന്നേ ഈ വിക്ടോറിയ ചെയ്യുന്നതിന് എക്സാക്ട്ലി ഒരു 10 years ബിഫോർ ആണ് ആളുടെ ആദ്യത്തെ ഫീച്ചർ ഫിലിം, മറ്റേ ഷോർട്ട് ഫിലിം വരുന്നത്. അപ്പോൾ അത് അന്ന് കല്യാണി എന്ന് പറഞ്ഞതായിരുന്നു. അന്ന് അതിൻ്റെ ലീഡ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം അങ്ങനെ ആളങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്ന കൂട്ടത്തിലൊന്നുമല്ല, പിന്നീട് അങ്ങനെയുള്ളൂ. അപ്പം പിന്നീട് ഇതിൻ്റെ റൈറ്റപ്പ് കൊടുക്കുന്നു, അത് സെലക്ഷൻ കിട്ടുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾ ഓഫ് സഡൻ ആള് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ട്, ഒന്ന് അറ്റൻഡ് ചെയ്യൂ, അത് നമുക്കറിയില്ല, ജസ്റ്റ് കം ആൻഡ് സീ എന്നതാണ് ഫൈനലൈസ് ചെയ്തത്. ഓക്കെ, മീനാക്ഷിയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഒരു ഓഡിഷൻ കോൾ കണ്ടപ്പം ഞാൻ അയച്ചു കൊടുത്ത് അങ്ങനെ എത്തിയതാണ്. അപ്പൊ ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ അതിന് ശേഷമല്ലേ അറിയുന്നേ? അപ്പൊ ഓൾറെഡി കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ ആനന്ദമൊക്കെ ചെയ്ത്, അപ്പൊ ഇതൊരു ഗവൺമെന്റ് പ്രൊജക്റ്റ് ആണ്. അതിന്റെ ഒക്കെ ഒരു തോട്ട്സും ടെൻഷൻസ് ഒക്കെ വന്നായിരുന്നു? ഒരു സിനിമ ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ മറ്റേ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് ഞാൻ AD ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സമയം ഇപ്പോഴുമാണ്. എന്നാലും ആ സമയത്ത് ഭയങ്കര സ്ട്രഗിളായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് ആക്ച്വലി 2023 നമ്മൾ ഷൂട്ട് ചെയ്യണേ. 22 എൻഡിലെങ്ങാണ്ടോ ഡിസംബറിൽ ഞാനിങ്ങനെ എൻ്റെ ജേർണലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ വർഷം എന്തായാലും അടുത്ത വർഷം ഞാൻ എന്തായാലും ഒരു സിനിമ ചെയ്യും. മാനിഫെസ്റ്റ് ചെയ്തതാണ്. അതൊക്കെ നടക്കും, അതൊക്കെ ശരിക്കും ഉള്ളൊരു സംഭവമാണ്. ചെറുതായിട്ട് സംഭവിച്ച പോലെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടല്ല, ഞാനിങ്ങനെ എന്തോ മനസ്സിൽ നിന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു ഒരു പടം ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ സംഭവിച്ചു. അതെ, അപ്പൊ ഓക്കെ പറയണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. വന്നു, കിട്ടി, ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, ശ്രീഷ്മ എങ്ങനെയായിരുന്നു? ഞാൻ ഓഡിഷൻ ത്രൂ തന്നെയാണ്. അപ്പൊ ഇത് ഇങ്ങനൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ബാക്കി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരുന്നു? അതല്ല, ഓഡിഷനായിട്ട് എല്ലാവരും ഇതേപോലെ അല്ല കുറച്ചുകൂടെ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യണം എന്നുള്ള അങ്ങനെ ഒരു തോട്ടിൽ വന്നതായിരുന്നു? അതുണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാവരും ഒരു അങ്കമാലി, ചാലക്കുടി ആ ഒരു ഭാഷ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ അങ്ങനത്തെ ആൾക്കാരെ എടുത്താലാണ് അത് വർക്കാവാൻ തോന്നിയിരുന്നു. പിന്നെ ഇത് KSFDC ഗവൺമെൻറ് പ്രോജക്റ്റ് ആയതുകൊണ്ട് ഇങ്ങനൊരു പടത്തിൽ മാത്രമാണല്ലോ നമുക്ക് അങ്ങനെ ന്യൂ ഫേസസിനെ വെക്കാന്നുള്ള റിസ്ക് ഒക്കെ എടുക്കാനും, അങ്ങനെ പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ പ്രഷറോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഈ ഗവൺമെന്റ് പ്രൊജക്റ്റ് ആകുമ്പോൾ നമുക്ക് ഈ പേയ്മെന്റിന്റെ കാര്യത്തിലും കുറച്ച് പ്രശ്നങ്ങൾ അല്ല. മുമ്പത്തെ പല സിനിമകളിലും പലരും സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് പേയ്മെന്റ് ഒന്നും അധികം ഡിമാൻഡ് ചെയ്യാണ്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ശ്രുതി ശരണ്യം അവരുടെ പടത്തിൽ അനാർക്കലിയും രമ്യയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്, രമ്യ നമ്പീശൻ. അതുപോലെ നീളയിൽ ശാന്തി കൃഷ്ണയും വിനീതൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അരികിൽ ഒത്തിരി പേര് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ KSFDC പ്രോജക്ട്സിൽ പേയ്മെന്റ് ഇല്ലാണ്ടും അധികം ആ വർക്ക് നല്ലതാണെങ്കിൽ ആൾക്കാർ ചെയ്തേനെ. പക്ഷെ ഇതെന്റെ ചോയ്സ് ആയിരുന്നു, എനിക്ക് പുതിയ ആൾക്കാരെ തന്നെ എടുക്കണം എന്നുള്ളത്. ഓക്കെ, മീനാക്ഷിക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ഈ സിനിമയ്ക്കകത്ത്? ഇതിൽ എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നിയ എന്താ വെച്ചാൽ ഈ ബ്യൂട്ടീഷ്യൻ ടെക്നീക്സ് പഠിക്കണമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പണ്ട് ഇന്റർവ്യൂസിലൊക്കെ ആക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ട്രെയിൻ ചെയ്തു ഈ ക്യാരക്ടർ ആവാൻ വേണ്ടി. അപ്പൊ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു അതൊക്കെ കാണും. പക്ഷെ എനിക്ക് എപ്പോഴാ അത് ചെയ്യാൻ പറ്റുക? ഞാൻ വിചാരിച്ചു
ഞാൻ വിചാരിച്ചിരുന്ന കുറെ കരിയറിലൊരു 10 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതെന്ന്. അപ്പൊ ആദ്യത്തെ സിനിമയിൽ തന്നെ അത്രയും ട്രെയിൻ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ്. എത്ര സമയം കൊണ്ട് പഠിച്ചു ഈ കാര്യങ്ങളൊക്കെ? ഒരു 3 ആഴ്ചയോളം പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ എല്ലാ ദിവസവും അവര് ഷട്ടർ തുറക്കുമ്പോ തന്നെ ശിവയ്ക്ക് ഈ ഐഡിയ കിട്ടിയ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് അങ്കമാലിയില്. അവിടെ തന്നെ രാവിലെ 9 മണിക്ക് പോവും. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഷട്ടർ തുറക്കും. അവിടെ എല്ലാം നമ്മൾ അടിച്ചു വാരി എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമേഴ്സ് മുടി വെട്ടാനൊക്കെ വരുമല്ലോ, താഴെ വീഴുന്ന മുടിയൊക്കെ അടിച്ചു വാരും ഞാനും വിക്റ്റും കൂടെ ഒക്കെ. അങ്ങനെ അവരുടെ കൂടെ ഒരു ഫുൾ 9 to 5 നിന്നിട്ടാണ് ഞാൻ പഠിച്ചത് കാര്യങ്ങള്, ത്രെഡിങ് വാക്സിങ്ങും ഒക്കെ. അപ്പൊ അതെനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെയാണ് അങ്കമാലി ആക്സന്റും കുറേം കൂടെ മനസ്സിലായത്. ഈ പടത്തിൽ ആക്ച്വലി ഇങ്ങനെ ഒരു ചെറുക്കൻ ചായ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അതുപോലെ അവിടെ ഒരു രാവിലെ ഒക്കെ ആവുമ്പോഴേക്കും ഒരു ചായ കൊണ്ടുവരുന്ന ആളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ സ്ക്രിപ്റ്റിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ അതുപോലെ തന്നെ കണ്ട് അനുഭവിക്കാൻ പറ്റി എനിക്ക്. ഡയറക്ടർ ഡിമാൻഡ് ചെയ്തതാണോ ഇതൊക്കെ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം? ഈ ഒരു തോട്ട് എവിടെ നിന്നാ വരുന്നത്? ഇങ്ങനൊരു കഥ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ത്രെഡ് എവിടെ നിന്നാ വരുന്നത്? ഞാൻ ആക്ച്വലി അങ്കമാലിയിൽ സ്ഥിരം പോകാറുള്ള ഒരു പാർലറുണ്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം ചെന്നപ്പോൾ അവരുടെ ടോയ്ലറ്റിന്റെ സൈഡിലൊരു കോഴി ഇരിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇത് കുറച്ചൊക്കെ ഉള്ള കാര്യം തന്നെ. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു പൂവൻകോഴി ഒരു ലേഡീസ് ഓൺലി പാർലറിൽ ഇരിക്കുന്നു എന്നുള്ള അത് ഭയങ്കര കൗതുകകരമായിട്ട് തോന്നി. അങ്ങനെ അന്ന് ഞാനിത് ഒരു 1 ലൈനായിട്ട് നോട്ട്സിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. പിന്നീട് KSFDCയുടെ ഇത് പ്രോജക്റ്റ് വന്നപ്പോൾ ഇത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊരു ആ ഒരു പ്രോജക്റ്റിന്റെ സ്കോപ്പിൽ ഫിറ്റ് ആവുമെന്ന് തോന്നി. അങ്ങനെ വന്നതായിരുന്നു. ഇപ്പൊ മഞ്ഞപ്രയല്ലേ വീട്? അതുപോലൊരു ഗ്രാമത്തിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലെ സ്ഥലത്ത് നിന്ന് വന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ ഭാഷ അത് നമ്മുടെ ലോകത്തിന്റെ വേറൊരു ലെവലിലേക്ക് എത്തിച്ച ഒരാളാണ്. ഈ ഒരു തോട്ട് വന്നപ്പോൾ ഈ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? അയ്യോ ഇല്ല ഒരിക്കലും ഇല്ല. നമ്മൾ IFFK ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നത്. IFFKയിൽ എന്തായാലും സിനിമ കാണിക്കണം. കാരണം നമ്മളെല്ലാവരും പോകുന്നൊരു ഫെസ്റ്റിവലായിരുന്നു. പിന്നെ ഇന്ത്യയിലെ കുറച്ച് ഫെസ്റ്റിവൽസ് ആയിരുന്നു നമ്മൾ എന്തായാലും കിട്ടും എന്നുള്ള നമുക്കൊരു ആഗ്രഹം പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഫെസ്റ്റിവൽസിൽ തിരഞ്ഞെടുക്കുന്നു അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഷാങ്ഹായിൽ പോയപ്പോഴത്തേക്ക് ചൈനീസ് പറയുന്നത് കേട്ടോ, അതിനു വേണ്ടി പഠിച്ചതാണോ? അത് സത്യം പറഞ്ഞാൽ നമുക്ക് സ്ക്രീനിങ് ഉണ്ടായിരുന്നല്ലോ പടത്തിന്റെ. അപ്പം അവർക്ക് കുറെ പേർക്ക് പടം ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇവർക്ക് ഇംഗ്ലീഷും അറിയില്ല, നമുക്ക് ചൈനീസും അറിയില്ല. അപ്പം എങ്ങനെ എനിക്ക് ആക്ച്വലി ഇവരോട് താങ്ക് യു പറയണം എന്നുണ്ടായിരുന്നു ഇൻ ദെയർ ലാംഗ്വേജ്. അപ്പം ഞാൻ വിചാരിച്ചു 2 സ്ക്രീനിങ് അങ്ങനെ ഒന്നും പറയാതെ പോയി. അപ്പം 3ാമത്തെ സ്ക്രീനിങ്ങിന് പോകുമ്പം ഇവരുടെ അടുത്ത് നന്ദി പറയാനുള്ള ചൈനീസ് എങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നമ്മളുടെ ഒരു ചൈനീസ് വോളണ്ടിയർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത് ചോദിച്ചിട്ട് മറ്റേ താങ്ക് യു പറയുന്നത് എങ്ങനെയാണെന്നും വിക്ടോറിയ കാണാൻ വന്നതിന് നന്ദി എന്ന് പറയുന്നതിന്റെ ചൈനീസ് അതെന്തായിരുന്നത്? CSA ഷാങ്ഹായ്, CSA നിമന്ത്വേ വിക്ടോറിയ ദ ജുച്ച്. ഇതായിരുന്നു ഞാൻ ആ വോളണ്ടിയറുടെ അടുത്തുനിന്ന് പഠിച്ചത്. അത് പടം കഴിഞ്ഞിട്ട് എല്ലാരെയും കാണുമ്പോൾ താങ്ക് യു പറയാൻ വേണ്ടിട്ട് പഠിച്ചതാ. പക്ഷെ ആ 3rd സ്ക്രീനിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനപ്പോൾ അത് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. ഞാൻ അതൊക്കെ കാച്ചി. ഇപ്പൊ ഈ സ്ട്രഗിളൊക്കെ എന്തായാലും ഒരു സ്ട്രഗിളിന്റെ പുറകിലായിരിക്കുമല്ലോ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് വിക്ടോറിയ എഴുതിയതിന്റെ താഴെ നമ്മുടെ പേരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. അതെങ്ങനെ ഷെയർ ചെയ്യുന്നത് നമ്മളോട്? വളരെ സർറിയൽ ആയിട്ട് തോന്നുന്നു. ഇതൊന്നും ശരിക്കും നടക്കുന്നതാണോ എന്ന് ഇടയ്ക്ക് ആലോചിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കിയിട്ട് ഉള്ളത് തന്നെ. അതെ അതെ. ഇങ്ങനൊരു സിനിമ ചെയ്തു ഇറങ്ങി അതിങ്ങനെ തിയേറ്ററിൽ ഇറങ്ങാൻ പോവാണ്. നമ്മൾ തിയേറ്ററിൽ ഇറങ്ങും ഈ സിനിമ എന്ന് നമുക്കറിയാം, KSFDCയുടെ പ്രോജക്റ്റിന്റെ ഇതാണ്. പക്ഷെ എന്നാലും അത് ആക്ച്വലി സംഭവിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഭയങ്കര സർപ്രൈസ്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ കുറച്ച് ഇനി കുറച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചാലോചിക്കുമ്പോഴായിരിക്കും. IFFKയിൽ നിങ്ങൾ എല്ലാവരും പോയായിരുന്നു? വന്നിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ആളുകൾ ഡയറക്റ്റ് നമ്മളോട് വന്നിട്ടല്ലേ അഭിപ്രായം പറയുന്നത്? അതെങ്ങനെ ഉണ്ടായിരുന്നു? സത്യത്തിൽ ഞാനത് കണ്ടിട്ടില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മളത് കാണുന്നത്. സിനിമ ആദ്യമായിട്ട് കാണുന്ന IFFKയിലാണ്. അപ്പം നമുക്കൊരു ഇമോഷണൽ ഇതായിരുന്നു. അപ്പൊ അതില് പല കാര്യങ്ങളും നമ്മൾ വിട്ടു. ഇവര് പുറത്തിറങ്ങി വരുമ്പോഴാണ് അയ്യോ അത് എന്നുള്ളത് പലതും മിസ്സായി എന്നുള്ളത് അറിയുന്നത്. പക്ഷെ അതിനുശേഷമുള്ള ഇന്ററാക്ഷൻ, അപ്പൊ അതില് ഞാൻ ഏറ്റവും കൂടുതൽ അന്ന് മീനാക്ഷി അന്ന് വരാൻ പറ്റിയില്ല, ആള് വേറൊരു ഷൂട്ടിലായിരുന്നു. അപ്പം നമ്മളിരിക്കുമ്പോൾ ശിവയുടെ ഫസ്റ്റ് ഇന്ററാക്ഷൻ ആയിരുന്നു.
വളരെ രസകരമായിരുന്നു. അന്നാണ് ഒരു ഇന്ററാക്ഷൻ നമ്മൾ ഇത്ര ലൈവ്ലി ആയിട്ട് കാണുന്നത്. അത് ഷി വാസ് വെരി സ്പോണ്ടേനിയസ്. എല്ലാം നല്ലൊരു ക്രൗഡും നല്ല നല്ല ചോദ്യങ്ങളും. അപ്പോഴാണ് നമുക്ക് അതിന് സിനിമ കണ്ടതിന് ശേഷമാണ് ആക്ച്വലി ഇത്രയും ഒരു ഡെപ്തിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇപ്പം നമുക്കിവിടെ ഇതുപോലെ സിനിമ കാണാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. കണ്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനെ പറ്റി ചോദിക്കായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഒരു യൂട്യൂബിനകത്ത് ഞാൻ ഒരു റിവ്യൂ അല്ല ആക്ച്വലി, ജസ്റ്റ് ഒരു ഷോർട്സ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു IFFK കണ്ട ആരെങ്കിലും ആയിരിക്കും. അതിനകത്ത് വന്ന ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ആണഹന്തയെ ജയിച്ചവൾ വിക്ടോറിയ എന്ന് കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫെമിനിസവുമായിട്ട് കണക്ട് ചെയ്ത് പോവോ, അങ്ങനത്തെ തോട്ട്സ് ഒക്കെ വന്നായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അത്? കണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ടാഗ് ലൈൻ നമ്മുടെ സിനിമയ്ക്ക് ആപ്റ്റാണോ? ആണ്, തീർച്ചയായിട്ടും അങ്ങനെ റീഡ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണിത്. ഓക്കെ. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പുരുഷവിരുദ്ധത അല്ല അത്. നമ്മൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ പുരുഷവിരുദ്ധതയായിട്ട് കാണുന്നത് അതൊട്ടും ശരിയായ രീതിയല്ലല്ലോ. അതെ. പക്ഷേ കൃത്യമായിട്ട് അവൾ നേരിടുന്ന പുരുഷ മേധാവിത്വത്തിനെതിരെ വളരെ വളരെ ചെറിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പാണ് സിനിമയുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വരുന്നത്. കോഴിയായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? പാർത്തൻ അല്ലേ പേര്? അതെ അതെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഏതോ പെപ്പയുടെ സിനിമ ഉണ്ടായിരുന്നു, പൂവൻ എന്ന് പറഞ്ഞാൽ, അതിനകത്ത് ഒരു കോഴി ഉണ്ടായിരുന്നു. പൂവനിലെ കോഴിയെ ട്രെയിൻ ചെയ്ത ഷാജി ചേട്ടനും ടീമും തന്നെയാണ് നമ്മുടെ കോഴി വേറെ, അത് വെള്ള കോഴിയാണ്. പക്ഷെ ആ ടീം തന്നെയാണ് നമ്മളെയും ഹെൽപ്പ് ചെയ്തത്. നമുക്കൊരു കോഴി ട്രെയിനിങ് ടീം ഉണ്ടായിരുന്നു ഷാജി ചേട്ടന്റെ ലീഡർഷിപ്പിൽ. അപ്പോൾ മീനാക്ഷിനെ അവർ ഒത്തിരി എനിക്ക് തോന്നുന്നത് ഹെൽപ്പ് ചെയ്തു. എങ്ങനെയാണ് കോഴിയെ ഹാൻഡിൽ ചെയ്യുന്നത്, ചില മൂവ്മെന്റ്സ് അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ട്രിഗർ ചെയ്തെടുക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ. അപ്പൊ ആ പ്രമോഷന്റെ സമയത്ത് കോഴിയും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ ആ പാർത്തനോട് ഉണ്ടായിരുന്നു. സെറ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? കോഴി ഷൂട്ടിലാ. പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ തമിഴ്നാട്ടിൽ എവിടെ പോയി. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ കൂടെയുള്ള ഒരു? ഞാൻ ആക്ച്വലി പട്ടികളായിട്ട് പട്ടി പൂച്ച ഒക്കെ ആയിട്ട് വൻ കമ്പനിയാണ് ഞാൻ. എന്റെ വീട്ടിൽ പണ്ട് കോഴി ഉണ്ടായിരുന്നു. ജാനകി എന്നായിരുന്നു പേര്, ജാനു എന്നായിരുന്നു പേര്. ജാനു ഗോവിന്ദൻകുട്ടി. അല്ല, ജാനുവും ഗോവിന്ദൻകുട്ടി. ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 1-2 പരുന്ത് കൊണ്ടുപോയി, അങ്ങനെ കുറെ പ്രശ്നമായി. കോഴിന്നല്ല, തിരിച്ചു കടിക്കാത്ത എന്ത് സാധനമാണെങ്കിലും അവളൊരു മെരിക്കെടുത്തോളും. 1-2 മിനിറ്റ്സിൽ ഭയങ്കര ഫ്രണ്ട്ലി ആവും. അത് വളരെ പ്രത്യേക നാക്കുള്ളൊരു ആളാണ്. അതെ, മീനാക്ഷി എനിക്ക് നല്ല കൺസേൺ ഉണ്ടായിരുന്നു. കാരണം ഈ വിക്ടോറിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ കോഴിയുമായിട്ട് അത്രയും സിങ്ക് ആയില്ലെങ്കിൽ നമുക്ക് ഡിലേസ് വരും, ടേക്ക് പോകേണ്ടി വരും. അതിന്റെ പേരിൽ പടം ഡിലേ ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ മീനാക്ഷി ഫസ്റ്റ് 2 ദിവസത്തിൽ തന്നെ കോഴിയായിട്ട് സെറ്റായി. കോഴിയെ കയ്യിലെടുത്തു. ഞാൻ ഇങ്ങനെ ഒക്കത്ത് വെക്കുമായിരുന്നു, ഇങ്ങനെ എന്റെ മടിയിലൊക്കെ വെക്കുമായിരുന്നു. അങ്ങനെ തന്നെ ഇരിക്കും. പാവം ഒരു കോഴി. ആക്ച്വലി പാവം കോഴിയായിരുന്നു, ഒരു ഭയങ്കര പീസ്ഫുൾ ആയ ഒരു കോഴിയായിരുന്നു. ഓക്കെ. ആക്ട് ചെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റ് ആയിട്ട് സഹകരിക്കും അല്ലേ? എല്ലാരെക്കാട്ടും നല്ല എന്താ പറയാ, നമ്മള് ഇംപ്രോവ് ചെയ്യുന്ന ഒരു ആക്ടറായിരുന്നു പാർത്തൻ. നമുക്ക് ആവശ്യമുള്ള സംഭവം. ഓക്കെ. ഇത് ബ്യൂട്ടി പാർലറിനകത്തായതുകൊണ്ട് സ്പേസ് ഭയങ്കര കുറവല്ലേ? അപ്പൊ സിംഗിൾ ടേക്സ് ആയിരുന്നോ കൂടുതലും? ലോങ് ടേക്സ്. ഓക്കെ. അപ്പൊ അത് നമ്മുടെ സിനിമയ്ക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ കൈകാര്യം ചെയ്തത്? സ്ക്രിപ്റ്റിൽ തന്നെ ചില സീൻസ് അങ്ങനെയാണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് റിഹേഴ്സൽസ് എല്ലാവരും ചെയ്തിട്ടാണ് അതിലേക്ക് എത്താൻ പറ്റിയത്. ഇപ്പം ഭയങ്കര നല്ല ഫ്രെയിംസ് ആണ്, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ റിവ്യൂ കേട്ടായിരുന്നു. അപ്പോൾ ആകെ ഇത്രയുള്ളൊരു സ്പേസ്, അതിൻ്റെ പുറകെ ഈ ക്യാമറയും ക്യാമറമാനും ഇത്രയും ബഹളവും, ഇതെങ്ങനെയാണ് ലാസ്റ്റ് ഈ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തിച്ചത്? സപ്പോർട്ടീവായ ടീമാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം എൻ്റെ സിനിമാറ്റോഗ്രാഫർ ആയാലും ആർട്ട് ഡയറക്ടർ ആയാലും സിംഗ് സൗണ്ട് ടീമാണെങ്കിലും എല്ലാവരും തമ്മിലൊരു കെമിസ്ട്രിയിലേക്ക് എത്തി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തന്നെ ആക്ടേഴ്സും ക്രൂവും തമ്മിൽ നല്ലൊരു സിങ്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത്. പിന്നെ റിഹേഴ്സൽസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റിഹേഴ്സൽസ് ചെയ്തിട്ട് മാത്രം വൈകുന്നേരം ഷോട്ട് എടുക്കുകയുള്ളായിരുന്നു. അപ്പോൾ ക്യാമറയും സിംഗ് സൗണ്ടും ഒക്കെ ഇവരുടെ കൂടെ ഒരു കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള രീതിയിൽ സിങ്കായിട്ട് വന്നിരുന്നു ആ സമയമായപ്പോഴേക്കും. ഈ അവാർഡ് വിന്നിങ് മൂവീസ് അല്ലേ, അത് തിയേറ്ററിലാകുമ്പോഴത്തേക്കും സക്സസ്ഫുൾ ആവാതെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വിക്ടോറിയയിലേക്ക് വരുമോ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? കാരണം ഇങ്ങനത്തെ സിനിമകളൊക്കെ OTT കണ്ടാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എങ്ങനെയൊക്കെയോ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കാം, അങ്ങനത്തെ ഒരു തോട്ട് വന്നായിരുന്നോ? ഞാൻ ആക്ച്വലി വീടാന്തരം കേറി മറ്റേ പോസ്റ്റർ കൊടുത്ത് വിളിക്കാൻ വരെ റെഡിയാണ്.
വന്ന് കാണാം. ആക്ച്വലി ഞാൻ എന്റെ വീട്ടില് അടുത്തുള്ള എല്ലാരും വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ് കൊടുത്തോ? ആ പോസ്റ്റർ പലർക്കും കൊടുത്തിട്ടുണ്ട്. എന്റെ ബാഗിലൊരു 10-20 പോസ്റ്റർ ഇരിപ്പുണ്ട്. അപ്പം അത് ഞാൻ ആക്ച്വലി ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയ കടയിലെ ചേട്ടന് ഒരു കോപ്പി അവിടെ കൊടുത്തിട്ട് ആണ് പറഞ്ഞത് 28ന്. അല്ല, ഞാൻ വിക്ടോറിയയുടെ മാത്രം പറഞ്ഞല്ല, മൊത്തം സിനിമകളെ എടുത്ത് നോക്കുമ്പോൾ അങ്ങനത്തെ പേടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് ആക്ച്വലി ആൾക്കാരിൽ വിശ്വാസമുണ്ട്. നല്ല സിനിമ തേടി എത്തുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് മലയാളികളെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം അവര് നല്ല സിനിമേനെ തേടി വരും. ഓക്കെ. ഇത് ചൈനീസ് അവിടെ ചെന്നപ്പോഴേ അവർക്ക് ഇത് കണക്ട് ആവുമെന്ന് തോന്നിയായിരുന്നോ? ഇല്ല, നമുക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും ആൾക്കാരിലേക്ക് എത്തി. ഇപ്പം മീനാക്ഷി പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഓടി വരുന്നു, നമ്മളോട് സംസാരിക്കുന്നു. ബ്രോക്കൺ ഇംഗ്ലീഷിൽ അവരെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ മീനാക്ഷിക്ക് ഭയങ്കര ഒരു സ്റ്റാർഡം. അവിടെ ചെന്നിട്ട് ഓട്ടോഗ്രാഫ്സ് വാങ്ങിക്കുന്നു ആൾക്കാർ, മറ്റേ പോസ്റ്റർ, മറ്റേ ബോഡി ഗാർഡ്സ് ഒക്കെ വന്ന് മീനാക്ഷിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ, കാരണം അത്ര ആൾക്കാർ ചുറ്റും. മീനാക്ഷിക്ക് ഭയങ്കര പോപ്പുലാരിറ്റി ആയിരുന്നു അവിടെ. എനിക്കാണ് അവിടെ ജനറലി ബോളിവുഡിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട്, അമീർ ഖാന്റെ സിനിമകൾക്കൊക്കെ. പക്ഷെ ജനറലി ഫിലിം സ്റ്റാർസിനെ അവർ ഭയങ്കര ഒരു പെഡസ്റ്റലിൽ വെച്ചിട്ടാണ് കാണുന്നത്. സിനിമ എന്ന് പറയുന്നത് ഭയങ്കര എന്തോ ഒരു വലിയ കാര്യം പോലെയാണ്. ഇതേ പറഞ്ഞൊരു തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ആൾക്കാർ, കാരണം എന്നെ സംബന്ധിച്ച് ആദ്യത്തെ IFFK. പക്ഷെ അവിടെ പുറത്തൊരു ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഇതെന്താ ഇത്രയും തിരക്ക്, അത് പുറത്തേക്കൊക്കെ ക്യൂ വരുന്നു, റോട്ടിലേക്കൊക്കെ ക്യൂ. അത് കഴിഞ്ഞ് അപ്പോഴും അത് വിക്ടോറിയയുടെ അന്ന് എനിക്ക് പക്ഷെ അതിന് ശേഷമാണ് അപ്പോഴാണ് അത് ഭയങ്കര റിയാലിറ്റി ആയിരുന്നു. ഇത് ഇത്രയും ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, വലിയ ക്യൂ ആയിരുന്നു. അപ്പം അത് ഒരു ദിവസമല്ല, അത് ചെയ്ത എല്ലാ ഷോസും. അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്നുള്ളൊരു റിയാലിറ്റി, അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ. ഇപ്പൊ പറഞ്ഞല്ലോ ബോഡി ഗാർഡ്സും എല്ലാവരും ഇങ്ങനെ ചുറ്റും വരുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ ആഗ്രഹിച്ചൊരു സംഭവമാണല്ലോ, ഇങ്ങനെയൊക്കെ ആവണം എന്ന്. അത് കേട്ട് ഇപ്പൊ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ എന്താ തോന്നുന്നത്? അവർക്ക് അവിടെ നിന്ന് പോരണമെന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ചൈനയില് ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ല. അവരുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അവിടെയുള്ള എല്ലാം ചൈനീസ് വേറെ സാധനങ്ങളാണ്. വാട്സാപ്പ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്നത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അവർക്ക് വേറെ സാധനങ്ങൾ അവിടെയുള്ള. അവർക്ക് എല്ലാത്തിന്റെയും അവരുടെ ഇൻസ്റ്റഗ്രാം പോലത്തെ ഒരു ആപ്പ് ഉണ്ട് ചൈനയില്. വാട്സാപ്പ് ഉണ്ട്, അവരുടെ എന്താണ് അലിപേ ഒക്കെ ഉണ്ട്. അപ്പം എല്ലാം അല്ലെങ്കിൽ ചൈനീസ് പ്രൊഡക്ട്സ് എല്ലാം വേറെ ആണല്ലോ ഇപ്പോഴും അല്ലേ. അപ്പം അവിടുത്തെ ഇന്റർനെറ്റും നമ്മുടെ ഇന്റർനെറ്റിനും കുറച്ചുകൂടെ ബന്ധം ഉണ്ടായിരുന്നെങ്കിലും ഇത് കുറച്ചുപേരെങ്കിലും അറിഞ്ഞേനെ. ഇപ്പം ചൈനയില് മാത്രമേ ഈ സ്നേഹമൊക്കെ കിട്ടി. അല്ല, അവിടുത്തെ സിനിമ ചെയ്യാൻ എല്ലാ കോൾസും വന്നോ? ഇത് അതെങ്ങനെ എന്ത് പറഞ്ഞിട്ട് ഞാൻ ഷാങ്കായ് ചെന്ന് പറയണം? മാത്രം അറിഞ്ഞ പോരാ. ശ്രീഷ്മ ഉണ്ടായിരിക്കണം. ഞാൻ കേൾക്കുവാണ്. പൂമരത്തിന് ശേഷമല്ലേ ഇവിടോട്ട് വിക്ടോറിയയിലോട്ട് വരുന്നത്. അപ്പൊ അതിനകത്തുള്ള ക്യാരക്ടറും ഇവിടുത്തെ ക്യാരക്ടറും തമ്മിൽ നമ്മൾ ഇടയിൽ ഒരു വലിയ പടം ചെയ്ത് സ്റ്റേറ്റ് അവാർഡ് വാങ്ങി. ഓക്കെ, പെമ്പിള ഒരുമ അല്ലേ. ഓക്കെ. അതിനുശേഷം ഇവിടേക്ക് വരുന്നു. ആ ഒരു ക്യാരക്ടേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? എല്ലാ ക്യാരക്ടറും ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമാണ്. പൂമരത്തിലുള്ളത് മോറോർലെസ് ഞാൻ തന്നെയാണ്, കാരണം അത് കോളേജ് ഗോയിങ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ കോളേജ് കഴിഞ്ഞ സമയത്താണ് ആ ക്യാരക്ടർ ചെയ്തത്. അപ്പം അതിൽ പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങൾക്ക് എന്നെ തന്നെയായിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. ഡയലോഗ്സിലൊക്കെ ഞാൻ തന്നെയാണത്, കുറേയൊക്കെ സംസാര രീതി എല്ലാം അങ്ങനെ തന്നെ. ബാക്കി പൊമ്പളെ ഞാനല്ല, ആരുമാണ്. എനിക്ക് തീരെ പരിചയമില്ലാത്ത ഒരാളാണ്. ശ്രീഷ്മ വരുന്ന സിനിമകളൊക്കെ അവാർഡിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സംഭവം അല്ല, റെക്കഗ്നിഷൻ നല്ലതാണ്, ഒരു കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്നുള്ളൊരു സംഭവമുണ്ട്. അവാർഡിലേക്ക് പോകുന്നെന്ന് വെച്ചിട്ട് ആൾക്കാർ കാണാതിരിക്കൊന്നും ഇല്ല എന്നാണ് എന്റെ ഒരു. അല്ല, അത് ഞാൻ നല്ലതായിട്ടാണ്. അത് കൊള്ളാം, ആ ടാഗ് കൊള്ളാം. ചാമാണ്. അല്ല, അത് അങ്ങനെ ഒരു സംഭവം അതിന്റെ പുറകിലുണ്ടെന്ന്. ഇപ്പൊ നേരത്തെ സിനിമ, ഈ സിനിമ എല്ലാം അങ്ങനെ. ഭാഗ്യനടി അല്ലേ? ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടിംഗ് പോയിന്റ് ഏതായിരിക്കും? ഇല്ല, ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ തിരിഞ്ഞാലോചിക്കുമ്പോൾ നമുക്ക് ആ പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഒരു സമയം ക്രിയേറ്റീവ്ലി ഭയങ്കര ഹൈ കിട്ടിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും നമ്മളൊരു കാര്യം എഴുതി വെച്ചൊരു സാധനം നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് മോണിറ്ററിൽ വന്ന് കാണുമ്പോൾ അത് തരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. അതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും രസമുള്ള സമയം. നമ്മൾ എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ ഉള്ള ആ ഒരു കിക്കാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഫൺ. എത്ര ദിവസം എടുത്ത് ഈ കഥ എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ആക്ച്വലി KSFDC പ്രോസസ്സും 1 വർഷത്തോളം ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ സിനോപ്സിസ് അയക്കും,
പിന്നെ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്ത് അവർ നമ്മളെ കൊണ്ട് ഒരു 10 പേജ് സ്ക്രിപ്റ്റ് പിച്ച് ഡെക്ക് പോലത്തെ ഒരു സാധനം ചെയ്യിപ്പിക്കും, ട്രീറ്റ്മെൻറ്റ് നോട്ട്. അത് നമ്മളൊരു ജൂറിയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഫുൾ സ്ക്രിപ്റ്റ് വെക്കുന്നത്. അപ്പോൾ ഈ ഫുൾ സ്ക്രിപ്റ്റിലോട്ട് കൃത്യമായിട്ട് എഴുതാനായിട്ടൊരു 2 വീക്സേ ഉണ്ടായിരുന്നുള്ളൂ സത്യത്തിൽ. ഓക്കെ. പക്ഷെ അതിന് മുമ്പ് ഒരു ഔട്ട്ലൈനും എല്ലാം റെഡി ആയിരുന്നു. പക്ഷേ ഈ ഡയലോഗ്സും എല്ലാം എഴുതാനായിട്ട് 2 വീക്സ് ആണ് എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് അത് വേറൊരു ജൂറി ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മളെ സെലക്ട് ചെയ്തത്. ഓക്കെ. ഇത് എഴുതുന്ന സമയത്ത് ആരുടെയും ഒരു കഥാപാത്രങ്ങൾ ആരുടെയും മുഖം മനസ്സിലുണ്ടായിരുന്നില്ലേ? ആക്ച്വലി ജോളി ചേച്ചിയുടെ ചെറുതായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. അതുപോലെ ദർശന ചേച്ചിയും എൻ്റെ മനസ്സിൽ ചെറുതായിട്ട് ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു റീലിൽ ഡാൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എഴുതിയപ്പോൾ ഞാനിങ്ങനെ അത് ആ പോയിന്റിൽ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, ദർശന ചേച്ചി രസമായിരിക്കുമല്ലോ എന്നിങ്ങനെ. പിന്നെ അന്ന് നമുക്കിതിൻ്റെ ഒരു ബാക്കി ഇവരെയൊക്കെ ഓഡിഷൻ ഇവരെല്ലാം ഞാൻ അത് കഴിഞ്ഞാണ് പരിചയപ്പെടുന്നത്. കൂടുതൽ ബ്യൂട്ടി പാർലറിന് അകത്ത് തന്നെയാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഇത്രയും കഥാപാത്രങ്ങൾ എല്ലാവരും അതിനകത്ത് എങ്ങനെ ഉൾക്കൊള്ളിക്കുന്നത് എന്നുള്ളത്, എങ്ങനെ അതിനകത്ത് തന്നെ എല്ലാവരും കസ്റ്റമേഴ്സ് ആയിട്ട് വരുവാണോ, എങ്ങനെ? നമ്മള് ആ കസ്റ്റമേഴ്സ് ആണ്. മീനാക്ഷി അവിടുത്തെ ബ്യൂട്ടീഷ്യൻ, ചേച്ചി അവിടുത്തെ ബ്യൂട്ടി പാർലർ ഓണർ. ഓക്കെ. അപ്പോൾ ബാക്കി എല്ലാവരും വരുന്ന കസ്റ്റമേഴ്സും, ഇപ്പോൾ ശ്രീഷ്മയുടെ ക്യാരക്ടർ മീനാക്ഷിയുടെ ഫ്രണ്ടാണ്, പക്ഷെ അവർ ഒരു സാധനം ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു എൻഗേജ്ഡ് ആക്കണം എന്നുണ്ടായിരുന്നു ആ സ്പേസ്. അപ്പോൾ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ലൈവ്ലി ആക്കി നിർത്താൻ പറ്റില്ലല്ലോ. ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ക്യാരക്ടേഴ്സ് വരുന്നതും അവരുടെ സംസാരവും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് അതിനെ വിഷ്വലൈസ് ചെയ്യുന്നതിൽ മാത്രമാണ് നമുക്ക് ഒരു പോസിബിലിറ്റി ഉള്ളത്. അല്ലെങ്കിൽ അത് വളരെ മൊണോട്ടണസ് ആയി പോകുന്ന ഒരു സാധനമാണ്. അതെ, ലൊക്കേഷൻ മാറി മാറി വരുന്നില്ല. ഇല്ല. ഓക്കെ, അതൊരു ചലഞ്ച് ആയിരുന്നു. അത് ചലഞ്ചും ആയിരുന്നു. അതേസമയം നമുക്ക് അത് ഓരോ ദിവസം അത് ഡീൽ ചെയ്യുമ്പോൾ ഭയങ്കര രസമുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓരോ ഷോട്ടും നമ്മൾ വേറെ വേറെ കാര്യങ്ങൾ ട്രൈ ചെയ്യാം. ഇത് പാർലറിന് ഇതുവരെ കാണാത്തൊരു കോർണർ കാണിക്കാം, വേറൊരു രീതിയിൽ അത് വിഷ്വലൈസ് ചെയ്യാം എന്നൊക്കെയുള്ള വിഷ്വൽ ഡിസൈനിൽ കുറേ പോസിബിലിറ്റീസ് പഠിക്കാൻ പറ്റി. ശരിക്കും ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമാറ്റോഗ്രാഫറിനും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇത് ഭയങ്കര ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. ശരിക്കും നമുക്കാണ് എല്ലാ ദിവസവും അതിൻ്റെ ഒരു ഏറ്റവും ഫൺ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. ശരിക്കും ഒരു ഫിലിം സ്കൂൾ പോലെ ഒരു സ്പേസ് തന്നെ നിന്നിട്ട് എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് വലിയൊരു പാഠമായിരുന്നു. ഈ എഡിറ്റിലിരുന്നപ്പോഴേ ഈ സിനിമ ഡിമാൻഡ് ചെയ്യാത്ത കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ടോ? ചെറിയൊരു സീൻ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ സത്യത്തിൽ. അത് ചെറിയൊരു സീനാണ്. പക്ഷെ ബാക്കിയെല്ലാം തന്നെ നമ്മൾ അതാണ് എഡിറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ഷൂട്ടിൻ്റെ സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് അറിയാം ഇത് വേണ്ട. അപ്പോൾ ആ തീരുമാനങ്ങൾ നേരത്തെ എടുത്തുകൊണ്ട് അധികം എക്സസ് ആയിട്ടൊന്നും ഫുട്ടേജ് വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി പ്ലാൻഡ് ആയിട്ടായിരുന്നു നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു? 20 days ഉണ്ടായിരുന്നു. ഈ ഒരു എമൗണ്ടിനകത്ത് നിർത്തണം എന്നുള്ള ഒരു ചലഞ്ച് കൊണ്ടാണോ അതങ്ങനെ? അതെ. ഈ KSDC പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് കൊടുത്തത്. എൻ്റെ കയ്യിൽ കുറേ ഐഡിയാസ് ഉള്ളതിൽ ഇത് പിക്ക് ചെയ്യാൻ കാര്യം ഇത് ഒരൊറ്റ സ്ഥലമാണ്. പിന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സ്റ്റുഡിയോ ആക്സസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു ബഡ്ജറ്റിൽ പോസിബിൾ ആയൊരു സാധനമാണെന്ന് തോന്നിയതുകൊണ്ടാണ് എടുത്തത്. ഓക്കെ. ഇപ്പം നേരത്തെ ശ്രീഷ്മ പറഞ്ഞായിരുന്നു പൂമരത്തിൽ ശ്രീഷ്മയെ തന്നെ നമുക്ക് കാണാമായിരുന്നു, കണക്ട് ചെയ്യാൻ പറ്റിയെന്ന്. അതുപോലെ ഇവിടെ വിക്ടോറിയയും മീനാക്ഷിയും നമുക്ക് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ? കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അതേപോലെ എന്ന് പറഞ്ഞാൽ ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ കുറേ ഡിഫറൻസസ് ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ ഒരുപാട് സംസാരിക്കും, ഞാൻ എപ്പോഴും കുറച്ചുകൂടെ ഹാപ്പി ചെയർഫുള്ളായിട്ട് നടക്കും. വിക്ടോറിയ കുറച്ച് എന്താ പറയുക, കുറച്ച് ഇൻട്രോവേർട്ടാണ്. പക്ഷെ നമ്മളിപ്പം ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയാറില്ല, നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആരും കാണാതെ ബാത്റൂമിൽ പോയി കരഞ്ഞിട്ട് തിരിച്ചെല്ലായിടത്തും ചിരിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആക്ച്വലി എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു ക്യാരക്ടറാണ് വിക്ടോറിയ. എല്ലാവർക്കും അവരെ തന്നെ കാണാൻ പറ്റും വിക്ടോറിയയിലൂടെ. എവിടേക്കോ നമ്മളെല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, ഒരു ത്രെഡ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കോമണാലിറ്റി കാണാൻ പറ്റും പടം കാണും. ഇപ്പം മീനാക്ഷിയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു, വിക്ടോറിയയുടെ ഫ്രണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ സാധാരണ സിനിമകളിലൊക്കെ കാണുന്ന പോലെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു പ്രണയമുണ്ടല്ലോ, അതാണല്ലോ കഥയിൽ വരുന്നത്. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല കൂടുതൽ, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു ഫ്രണ്ട് തന്നെയാണോ? ഞാൻ തന്നെ പറയണോ? അല്ല, ഇങ്ങനെ പറയാണ്ട് അറിയാൻ പറ്റും അങ്ങനത്തെ ആ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ടീച്ചർ പറയേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വിക്ടോറിയ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് വിക്ടോറിയക്ക് ഇപ്പം ലയ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. വിക്ടോറിയക്ക് ലയ പോലെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ലയ വേണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളൊരു
ഒരു അങ്ങനെയുള്ള ക്യാരക്ടർ. അത് അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ ഫെസ്റ്റിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ആളുകൾ വന്നിട്ട് വിക്ടോറിയയ്ക്ക് കിട്ടിയ സമാധാനം ഞങ്ങൾക്കും കിട്ടിയെന്നാണ് എന്നോട് വന്ന് എല്ലാവരും റിവ്യൂ പറയണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് വിക്ടോറിയയ്ക്ക് ലയ ഉള്ളത്. ഇപ്പോൾ മറ്റുള്ള മനുഷ്യർക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത വിക്ടോറിയയുടെ വിഷമങ്ങൾ പറയാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരിയാണ് ലയ. നമ്മുടെ എല്ലാവർക്കും അങ്ങനെ ഒരു ഫ്രണ്ട് വേണം. അങ്ങനെ ഓക്കെ. ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്. ഓക്കെ. എന്തായാലും വിക്ടോറിയ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. എല്ലാവിധ ആശംസകളും. സക്സസ്ഫുൾ ആവട്ടെ. പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.